നിങ്ങൾ ആതിരപ്പള്ളിയിൽ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് പ്രൈവസിയോട് കൂടി താമസിക്കാൻ പറ്റിയൊരു വില്ല പ്രോജക്റ്റാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഇത് ആക്ച്വലി കുറേ വില്ലകൾ ചേർന്നൊരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല ഫാമിലിയോട് തന്നെ നല്ല സൂമായിട്ട് വന്ന് താമസിക്കാം. ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ വന്ന് താമസിക്കാം. പിന്നെ ഫുഡ് ഒന്നും അവൈലബിൾ അല്ല, അതെല്ലാം നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരേണ്ടി വരും. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഇന്നത്തെ വീഡിയോ. നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ്, ഇന്ന് ഞങ്ങൾ ആതിരപ്പള്ളിയിൽ താമസിക്കാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഗ്രീൻ ഹോംസിൻ്റെ ആതിരപ്പള്ളിയിലുള്ള വില്ല പ്രോപ്പർട്ടിയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി ആനമല റൂട്ടിൽ ഏകദേശം ചാലക്കുടിയിൽ നിന്നും 34 കിലോമീറ്റർ അകലെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ വില്ല പ്രൊജക്റ്റിൽ നിന്നും ഏകദേശം 7 കിലോമീറ്ററേ ഉള്ളൂ ആതിരപ്പള്ളി വാട്ടർഫാളിലേക്ക്. കൂടാതെ സിൽവർ സ്റ്റോം ഏകദേശം 4 കിലോമീറ്ററും തുമ്പൂർമുഴി ഡാം ഏകദേശം 7 കിലോമീറ്ററും വാഴച്ചാൽ വാട്ടർഫാൾ ഏകദേശം 13 കിലോമീറ്ററും അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പ്രോപ്പർട്ടി തിരഞ്ഞെടുക്കാനുള്ള കാരണവും. കൂടാതെ ഈ പ്രോപ്പർട്ടി നല്ല പ്രൈവസി തരുന്നുണ്ട്. നോർമലി ഞങ്ങൾ ഫാമിലിയായിട്ട് കുട്ടികളൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് ഇതുപോലുള്ള വില്ല ടൈപ്പ് പ്രോപ്പർട്ടികളാണ് ചൂസ് ചെയ്യാറ്. സോ ഞങ്ങൾ ഒരു ദിവസം താമസിച്ച് ഞങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇത് നിങ്ങൾക്കും ചൂസ് ചെയ്യുന്നു. ഞങ്ങളിന്ന് താമസിക്കുന്നത് ഇവിടുത്തെ 4-ാം നമ്പർ വില്ലയിലാണ്. ഇത് ആക്ച്വലി 2 ബെഡ്റൂമുള്ളൊരു വില്ലയാണ്. ഇതിൻ്റെ റേറ്റ് ഏകദേശം ഞങ്ങൾക്ക് ഓൺലൈനിൽ വന്നത് 4000 രൂപയാണ്. നമ്മൾ കടന്ന് ചെല്ലുമ്പോൾ തന്നെ ഒരു ഡൈനിങ് ഹാള് ലിവിങ് റൂമും കൂടെ ചേർന്നാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ ഒരു മേശയൊക്കെ ഇട്ട് നമുക്കൊരു ഡൈനിങ് ഹാൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു കിച്ചൺ സെറ്റപ്പും ഉണ്ട്. നമുക്ക് അത്യാവശ്യം ചായ ഇട്ട് കുടിക്കാനുള്ള സെറ്റപ്പ് അവിടെ തന്നെയുണ്ട്. കൂടാതെ ഇതിന് ഞാൻ പറഞ്ഞല്ലോ, ഇതിന് 2 ബെഡ്റൂമുകളാണ് ഉള്ളത്. ഒന്നാമത്തെ ബെഡ്റൂം കിങ് സൈസ് ബെഡ് തന്നെയാണ് ഇതിൽ കിടക്കുന്നത്. ഇതിനോട് ചേർന്ന ഒരു ബാത്റൂമും അറ്റാച്ച്ഡ് ഉണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. കൂടാതെ അലമാരി എല്ലാ സൗകര്യവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ രണ്ടാമത് ഒരു റൂമും കൂടെ ഉണ്ട്. ഇത് 2 ബെഡ്റൂമാണ്. 2ഉം ബാത്ത് അറ്റാച്ച്ഡ് ആണ്. നല്ല സ്പേഷ്യസ് ആയ റൂമുകളും അതുപോലെ ബെഡും നല്ല കിങ് സൈസ് ബെഡുമാണ്. ഒരു ഫാമിലിക്ക് സുഖമായിട്ട് ഒരു ബെഡ്റൂമിൽ കഴിയാൻ പറ്റും. കാരണം ഞങ്ങൾ അന്ന് ഒരു ബെഡ് യൂസ് ചെയ്തിരുന്നുള്ളൂ കുട്ടികളുണ്ടായിരുന്നിട്ട്. സോ നല്ല വലിയ ബെഡുകളാണെല്ലാം. അതുപോലെ ബാത്റൂമിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. സോ ഞാൻ പറഞ്ഞല്ലോ, ഇത് നല്ല പ്രൈവസി ഉള്ളൊരു വില്ല ആണ്. നിങ്ങൾക്ക് കുട്ടികളൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഏറ്റവും അനുയോജ്യമാണെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞങ്ങളിത് റെക്കമെൻഡ് ചെയ്യുന്നത്. കൂടാതെ ഇതിൻ്റെ അറ്റ്മോസ്ഫിയറെല്ലാം, പുറത്തുള്ള അറ്റ്മോസ്ഫിയറെല്ലാം വളരെ നല്ലതാണ്. സോ ഏറ്റവും പ്രധാനം, നിങ്ങൾക്ക് ഇവിടുന്ന് വാട്ടർഫാളുകളിലേക്കും അതുപോലെ സിൽവർ സ്റ്റോമിലേക്കും എല്ലാം പെട്ടെന്ന് യാത്ര ചെയ്ത് എത്താൻ പറ്റും. ആകെയുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ നമുക്കിവിടെ ഫുഡ് അവൈലബിൾ അല്ല. നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്ന് വേണം കഴിക്കാൻ. സോ പുറത്ത് നിരവധി ഹോട്ടലുകളുണ്ട്. സോ അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. കൂടാതെ നിങ്ങളുടെ കയ്യിൽ സ്റ്റൗ സെറ്റപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇനി ആതിരപ്പള്ളിയിൽ പോകുന്നെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാകും. കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇതുപോലെ നല്ല നല്ല ട്രാവൽ വീഡിയോകളും ട്രാവൽ റെക്കമെൻഡേഷനുകളും ഞങ്ങൾ തരുന്നതായിരിക്കും. സോ താങ്ക് യു.